Hello friends, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കറ്റിലാണ്. കാലിക്കറ്റിലെ ഒരു സ്പെഷ്യൽ വാഹനം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് this is Audi Rs5. Welcome to Cars in Future. ആദ്യം തന്നെ നമുക്ക് ഈ Audi Rs5ൻ്റെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം. ഗ്രില്ലൊക്കെ നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു Audi TT ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു സിമിലർ ഒരു ഗ്രില്ല് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പുറമേ ആയിട്ടാണ് ഇതിൻ്റെ സ്പെക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ പവർ ആയാലും അതെല്ലാം കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം. ഞാനത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഫ്രണ്ട് പ്രൊഫൈലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം. അതിന് ഹെഡ്ലാമ്പിൻ്റെ കാര്യം പറയാം. ഹെഡ്ലാമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ള. DRLും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലാണ് വാഷിംഗ് യൂണിറ്റ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം, ഒരു ഹുക്ക് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ല, ഗ്രില്ല് Audi TTയുടെ അതേ സിമിലർ ഗ്രില്ല് തന്നെയാണ്. പക്ഷേ അതിന് Rs5 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ Audiയുടെ ബാഡ്ജിങ്ങും രജിസ്ട്രേഷൻ ബോർഡും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഒരു ഹണിക്രോം ഗ്രില്ല് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു പ്രൊഫൈലുള്ളൊരു ഗ്രില്ല് തന്നെയാണ് ഈ ഒരു Audi Rs5ൻ്റെ ഗ്രില്ല് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു കിറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വാഷിംഗ് യൂണിറ്റ്സുകളെല്ലാം കാണാൻ സാധിക്കും. ഇതിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് കഴിഞ്ഞ ഫ്ലൈവീൽ ഓട്ടോ ഷോപ്പിൻ്റെ ഒരു റാലിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടൊരു വാഹനം തന്നെയാണ്. ഇതിൽ കേരളത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ Audi Rs5 എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒന്ന് മാത്രമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. പക്ഷേ വളരെ ഹൈലൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ പവർ കാര്യങ്ങളെല്ലാം നോക്കാൻ എക്സോസ്റ്റ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് കാണിച്ചു തരാൻ വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഹുഡിലേക്കാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ഹുഡ് തന്നെയാണ്. 2 ക്യാരക്ടർ ലൈൻ പാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലേക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് Audi Rs5ൻ്റെ സൈഡ് പ്രൊഫൈലേക്ക് നോക്കാം. V8 പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം. V8T ആണ് പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 4.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ 8 സിലിണ്ടറാണ്. ഇതിൻ്റെ ടയറെല്ലാം കാര്യങ്ങളെല്ലാം ആഫ്റ്റർ മാർക്കറ്റിംഗ് എലോയ് വീൽസ് ആണ്. 20 ഇഞ്ച് എലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. റൊഹോണ എന്ന് പറഞ്ഞിട്ടുള്ള എലോയ് വീൽസ് ആണ്. ഇതിൻ്റെ എലോയ് വീൽസ് ഒക്കെ വേറെ ലെവലാണ്. 20 ഇഞ്ച് ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് Audi Rs5 എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ V8T എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ചെറിയൊരു കിറ്റും കാര്യങ്ങളെല്ലാം നമുക്കൊരു റണ്ണിങ് ബോർഡ് മാതിരി ഈ ഒരു ഭാഗത്തും കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഈ ഒരു സൈഡ് വ്യൂ മിറർ വന്നിട്ടുള്ളത്. റിപ്പീറ്റിംഗ് ഇൻഡിക്കേറ്റർ വിത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിററാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, അതായത് സി പില്ലർ ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗമാണെങ്കിലും ഒരു ക്രോം എലമെൻറ്റോട് കൂടിയിട്ട് തന്നെയാണ് ഗ്ലാസിൻ്റെ ഭാഗം വന്നിട്ടുള്ളത്. അത് നമ്മൾ Audi TTയിലും അതുപോലെ തന്നെ ഇത് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കീലെസ് എൻട്രി ആണ്. അതുപോലെ തന്നെ ഫ്രെയിംലെസ് ഡോറാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 2 ഡോറാണ് വാഹനം. 2 ഡോറാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. Audi Rs5 എന്നുള്ളത് 2 ഡോർ വെഹിക്കിളാണ്. ഇതിൻ്റെ സൺറൂഫും കാര്യങ്ങൾ, ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് എല്ലാം വളരെ കുറവ്, അതായത് ലോ പ്രൊഫൈൽ വാഹനം തന്നെയാണ് ഇതിൻ്റെ Audi Rs5 എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിലും 20 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ്. ഇത് 20 ഇഞ്ച് എലോയ് വീൽസ് തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യമായിട്ടൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയാനുള്ള കാരണം ഇതിൻ്റെ സ്പെക്കാണ്. അത്രയും അത്യാവശ്യം വേണ്ട രീതിയിൽ ഇതിൻ്റെ എൻജിൻ പെർഫോമൻസ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് സൗണ്ട്, ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം. ഇനി നമുക്ക് പോകേണ്ടത് റിയർ പ്രൊഫൈലിലേക്കാണ്. ടോട്ടൽ 4 എക്സോസ്റ്റ് ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസിൻ്റെ സൗണ്ടും കൂടി കേട്ടിട്ട് ഇൻറ്റീരിയറിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് എക്സോസിൻ്റെ സൗണ്ട് കേട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ എക്സോസിൻ്റെ സൗണ്ട് കേട്ട് വളരെ റിഫൈൻഡ് അല്ല കേട്ടോ, എക്സോസിൻ്റെ സൗണ്ട് നോക്കുകയാണെങ്കിൽ വളരെ പക്ക സൗണ്ടോട് കൂടിയിട്ട് തന്നെയാണ് എക്സോസ്റ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ഫ്ലൈവീൽ ഓട്ടോ ഷോപ്പിൽ ഇതിൻ്റെ ഇനോഗ്രേഷൻ ടൈമിൽ ഈ ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇനോഗ്രേഷൻ ടൈമിൽ ഇതിൻ്റെ എക്സോസ്റ്റ് കേൾക്കാൻ തന്നെ അന്ന് ഒരുപാട് ആൾക്കാരായിരുന്നു ആ ഇനോഗ്രേഷൻ്റെ ടൈമിലുള്ളത്. ഇതിൻ്റെ എക്സോസ്റ്റ് വളരെ അടിപൊളി എക്സോസ്റ്റ് ആണ് നമുക്ക് പറയേണ്ടത്. കാരണം 560 bhp ഞാൻ അവസാനമായിട്ട് എഞ്ചിൻ ഭാഗം കാണിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ്. ഇൻറ്റീരിയറിലേക്ക് അടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2 ഡോറാണ്. 2 ഡോർ വരുമ്പോൾ ഫ്രെയിംലെസ് ഡോറാണ് ഒരു വാഹനം വന്നിട്ടുള്ളത്. റിയറിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് ഓഡി TTയിലെല്ലാം കണ്ട രീതിയിൽ തന്നെയാണ് റിയറിലേക്ക് അടുക്കുന്ന സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ എക്കണോമി പറയുകയാണെങ്കിൽ 51 ലിറ്റർ, ഐ തിങ്ക് 51 ലിറ്റർ അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ പെട്രോളാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ പ്രൊഫൈലൊക്കെ കാണാൻ വളരെ നല്ലൊരു അട്രാക്റ്റീവ് കിട്ടുന്നുണ്ട്. കാരണം സിൽവർ കളറിൽ ഒരു യെല്ലോ കാലിബറൊക്കെ ആയിട്ട് 4 ഡിസ്ക് ബ്രേക്ക് 4 ടയേഴ്സും ഡിസ്ക് ബ്രേക്ക് തന്നെ. ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4 ടയേഴ്സും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വാഹനം വന്നിട്ടുള്ളത്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു സ്പോർട്സ് കാറിൽ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും ഇതിൻ്റെ സീറ്റും ഇൻറ്റീരിയർ എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആക്കി പറയേണ്ടതുണ്ട്. ഈ ഒരു Audi RS5ൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സ്പോയിലർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് Audi RS5ൻ്റെ ഇൻറ്റീരിയറിലാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ലക്ഷറിയസ് ആയിട്ട് അതിനോടൊപ്പം തന്നെ വളരെ സ്പോർട്സ് കാറിനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്രമീകരണം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിൽ പക്ക സ്പോർട്സ് കാർ, അതായത് സ്പോർട്സ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ എങ്ങനെയാണോ അതേ രീതിയിലാണ്. അത്യാവശ്യം വലിയൊരു പേഡൽ ഷിഫ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു ബ്ലൂ ടച്ച് കളറോട് കൂടിയിട്ട് പേഡൽ ഷിഫ്റ്റ്, ലെതർ റാപ്പിഡ് വിത്ത് കാർബൺ ഫൈബറോട് കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, അതിനോട് തന്നെ ഒരു ഓഡിയുടെ ബേഡ്ജിങ് ക്രോം എലമെൻറ്റോട് ഓഡിയുടെ ബേഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ കൺട്രോൾ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വൈപ്പറിൻ്റെ ഹെഡ്ലാമ്പിൻ്റെ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തും, ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തുമാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് അത് നമ്മൾ Audi TTയിൽ ഏകദേശം കണ്ട രീതിയിൽ തന്നെയാണ് RS5ൻ്റെ ഈ ഒരു RS5ൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും അതുപോലെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു ഡിജിറ്റലോട് കൂടിയിട്ട് 2 അനലോഗോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ, അതായത് ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും അനലോഗും അതുപോലെ തന്നെ ഓഡോമീറ്ററും കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ടാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. ചെറിയൊരു എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇത് ഈ ഒരു മെറ്റീരിയൽ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിങ്ങിന് പകരമായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. RSൻ്റെ ഒരു ബേഡ്ജിങ് നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ഒരു ബേഡ്ജിങ് പാർക്ക് ബ്രേക്കിൻ്റെ ബട്ടൺസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു മാനുവലിലേക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. റിയർ സ്പോയിലർ അഡ്ജസ്റ്റബിൾ ആവുന്ന സ്വിച്ചസും ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഓഡിയുടെ 3D എഫക്റ്റോട് കൂടിയുള്ള ഓഡിയുടെ ബേഡ്ജിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത്. ഇതെല്ലാം കാർബൺ ഫൈബർ മെറ്റീരിയൽ അല്ല, അതിനായിട്ട് നല്ലൊരു അടിപൊളി അട്രാക്റ്റീവ് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺസ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. Audi മൾട്ടിമീഡിയ എന്ന് പറഞ്ഞുള്ള ഒരു ബേഡ്ജിങ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. CD പ്ലെയറിൻ്റെ കൺട്രോൾ എല്ലാം ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ട്രാക്ഷൻ കൺട്രോൾ, സെൻസർ, പാർക്കിംഗ് ഓഫ് കാര്യങ്ങളും, അതുപോലെ തന്നെ ബാക്കത്തെ ഷൈഡിൻ്റെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഡ്രൈവർ സെലക്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് സെലക്ടിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. AC കൺട്രോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ആഷ്ട്രേ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിഗരറ്റ് ഓട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളും ഇതെല്ലാം ഒരു സ്വിച്ചസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഒരു ഒരു ക്രോം എലമെൻറ്റിലാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു സ്വിച്ചസും കാര്യങ്ങൾ, അതായത് ഡിസ്പ്ലേ കൺട്രോളും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ബാക്ക് മെനു കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്ക് സെൻട്രൽ കൺസോളിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മീഡിയ പ്ലേ ചെയ്ത് വന്ന് സൗണ്ട് കൂട്ടി നോക്കാം. ജസ്റ്റ് ഒന്ന് സൗണ്ട് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം വളരെ നീറ്റോട് കൂടി തന്നെയാണ് ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം സൗണ്ട് എഫക്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പറയുകയാണെങ്കിൽ കോത്രോ എന്ന് പറഞ്ഞൊരു ബേജിങ് നമുക്ക് ഒരു ഭാഗത്ത് കാണാം. എയർ ബാഗിൻ്റെ ഒരു ബേജിങ് കാണാൻ സാധിക്കും. AC വെൻസ് നമുക്ക് കാണാം. ഈ AC വെൻസിന് ചുറ്റും ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ അത് അട്രാക്റ്റീവ് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ഗ്ലോ ബോക്സ് ആയാലും ഗ്ലോ ബോക്സ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ഇൻസൈഡിൽ വന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ ചെറിയ ട്രെയും കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അടിയിലും അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ലെതർ മെറ്റീരിയൽ ഉണ്ടോ. ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം ലെതർ മെറ്റീരിയൽ തന്നെയാണ് ഒരു വാഹനം ഈ ഒരു Audi RS5 വന്നിട്ടുള്ളത്. ഇത് കീ ഹോളും കാര്യങ്ങളെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഓഡിയിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് കീ ഹോളും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗമെല്ലാം ലെതർ റാപ്പിഡ് തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.11 crore rupees-ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതായത് എക്സോറൂം പ്രൈസ് എന്ന് പറയുന്നത്, അതായത് പെട്രോൾ എഞ്ചിൻ V8 എഞ്ചിന് വരുമ്പോൾ സീറ്റും കാര്യങ്ങളെല്ലാം ഇതെങ്ങനെയാണ് ഒരു സ്പോർട്സ് കാറിൻ്റെ സീറ്റ് ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പോർട്സ് സീറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് വേണ്ട രീതിയിൽ അത് അഡ്ജസ്റ്റബിളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ഒരു തൈ സപ്പോർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ലംബർ സപ്പോർട്ട് ആണെങ്കിൽ റിക്ലൈൻ എല്ലാം ഇലക്ട്രിക്കലാണ്. ഇത് മാനുവൽ ആണ് എന്നുള്ളതാണ്. ഇൻറ്റീരിയർ ഭാഗം പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ ഈ ഒരു ലെതർ റാപ്പിഡ് സ്റ്റിച്ചിങ്ങും റെഡ് ത്രെഡോട് കൂടിയിട്ട് തന്നെയാണ് ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലെതർ റാപ്പിഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ. നമുക്ക് പറയുകയാണെങ്കിൽ റിയർ സൈഡിലേക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് ലാമ്പിൻ്റെ കൺട്രോൾ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൂഫിൻ്റെ കൺട്രോൾ, റീഡിംഗ് ലാമ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊണ്ട് സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ വാനിറ്റി മിററോട് വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വാനിറ്റി മിററോട് വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. സൺഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത്. എയർ ബാഗ് ഈ ഒരു ഭാഗത്ത് ടോട്ടൽ 6 or 8 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. എയർ ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോർ പാഡിലാണെങ്കിൽ നമുക്ക് ഡ്രൈവർ സീറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഈ ഒരു രീതിയിൽ റിട്ടേൺ ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ. അതുപോലെ തന്നെ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തരാം. ക്രോം എലമെൻറ്റോട് കൂടി ഡോർ ലിവർ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് ഞാൻ പറഞ്ഞു, ക്രോം എലമെൻറ്റോട് കൂടി സ്ട്രിപ്പ് കാണാം. ഒരു റെഡ് ലെതർ റാപ്പിഡ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഒരു ലെതർ റാപ്പിഡോട് കൂടിയാണ് ഡോർ പാഡിലെല്ലാം വന്നിട്ടുള്ളത്. പവർ വിൻഡോൻ്റെ സ്വിച്ച് 2 door ആണ്. 2 doorൻ്റെ പവർ വിൻഡോൻ്റെ സ്വിച്ച്, മിററിൻ്റെ കൺട്രോളും ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇലക്ട്രിക്കൽ മിററാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബോട്ട് സ്പേസും നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാം, പക്ഷേ ക്ലോസിങ് ഇലക്ട്രിക്കൽ അല്ല എന്നുള്ളത്. ബൂട്ടിൻ്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്ത്, സ്പീക്കർ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു വാഹനത്തിൻ്റെ അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം AC വെൻസ് ഞാൻ പറഞ്ഞു. ഇനിയാണ് ഈ ഒരു വാഹനത്തിന് റിയർ സൈഡ് അതുപോലെ തന്നെ സൺറൂഫും കാര്യങ്ങളെല്ലാം ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പെഡലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പോർട്ടി പെഡലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവാണ്. നമുക്കൊരു ഈ ഒരു ഇന്ത്യയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വാഹനം നമുക്ക് പറപ്പിക്കാനായിട്ട് തോന്നുന്നത്. കാരണം അത്രയും കംഫർട്ടോട് കൂടിയിട്ട് അത്രയും ഡ്രൈവ് എന്തോസിയാസം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ ഒരു Audi RS5 തികച്ചും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും RS5ൻ്റെ സ്ട്രിപ്പ് കാണാം. അതുപോലെ എൻ്ററിൽ നമുക്ക് RS5ൻ്റെ ഒരു സ്ട്രിപ്പ് കാണാം. ഡോറ് ഇലക്ട്രിക്കലാണ് നമുക്ക് ഞാൻ പറഞ്ഞു. ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ കാണാം. ഈ ഒരു ചെറിയൊരു ഫോൺ ഹോൾഡർ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ആംറസ്റ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ കണ്ടില്ല, അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ആംറസ്റ്റ് നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ചെറിയൊരു ട്രേ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനി സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. RS5ൻ്റെ ഇതെല്ലാം നമുക്ക് ജൂട്ട്, അതായത് ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം എല്ലാം ഹാൻഡ് മെയ്ഡോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് RS5 എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഒരു ഭാഗത്ത് കാണാം. സീറ്റിൻ്റെ കാര്യം വളരെ പക്ക സീറ്റാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ലെതർ സീറ്റ് ആണെങ്കിൽ കൂടി ഈ ഒരു വാഹനത്തിന് നമുക്ക് വളരെ കംഫർട്ടോട് കൂടി തന്നെയാണ് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന് റൂഫ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. റിയർ വ്യൂ മിറർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡേ നൈറ്റ് അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ ആണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റൂഫ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സൺറൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു സൺറൂഫ് ടിൽറ്റ് രീതിയാണ് ഈ ഒരു വാഹനത്തിന് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഓവറായിട്ട് പറയുന്നില്ല, റിയർ സൈഡിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. റിയർ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റിയർ സൈഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. റിയർ സൈഡിലേക്ക് എൻ്റർ ചെയ്യാൻ 2 door ആണ്. നമുക്ക് Audi TTയിൽ ഇത് മാനുവൽ ആയിരുന്നു, പക്ഷേ ഇത് ഇലക്ട്രിക്കലി ജസ്റ്റ് ഒന്ന് സീറ്റ് പുൾ ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് പോകും. എന്നിട്ട് വേണം നമ്മൾ റിയർ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാൻ. റിയർ സൈഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് റിയർ സൈഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ വലിയൊരു രീതിയിലൊന്നും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് സീറ്റ് ഞാൻ കൂടി ഫോൾഡ് ചെയ്ത് തരാം, എന്നാൽ നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയർ സൈഡിൽ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ പല ചൂടർ വാഹനങ്ങളും പറയുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ട് ഉണ്ടാകും. കുറച്ച് നമ്മൾ പോലും ഒരു അത്ര അത്യാവശ്യം ഒരു കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഡ്രൈവ് എന്തോസിയാസം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ടൂഡോർ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക്, 2 seater വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വാഹനം എടുക്കാൻ സജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇത് ഡ്രൈവ് എന്തോസിയാസം വളരെ പക്കയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ് നിങ്ങൾക്ക് നേരത്തെ കേട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് പോകുകയാണെങ്കിലും ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ്. ചെറിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടി ലെതർ കൊടുത്തിട്ടുണ്ട്, ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫയൽ പോക്കറ്റ് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഒരു പിയാനോ
ഒരു എലമെൻറ്റോട് കൂടിയിട്ട് ക്രോം സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റീഡിംഗ് ലാമ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തും റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ റിയർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. 2 AC വെൻറ്റ്സ് ആണ് റിയർ സൈഡിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും ചെറിയൊരു ആസ്ട്രയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഒരു ചെറിയൊരു ട്രേ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആംറസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ. അത്യാവശ്യം വളരെ കംഫർട്ടോട് കൂടി ഇരിക്കാമെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു സീറ്റ് ഇട്ട് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ബാക്കോട്ട് ഇടാം. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയർ സൈഡിൽ നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടോട് കൂടിയിട്ട് തന്നെയാണ് റിയർ സൈഡ് വന്നിട്ടുള്ളത്. പക്ഷേ നല്ല കംഫർട്ടോട് കൂടിയിട്ട് തന്നെയാണ് വാഹനം വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സീറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി തരാം. സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയാൽ നമുക്ക് ആംറസ്റ്റ് ഒക്കെ കാണുള്ളൂ. ഓക്കെ അല്ലേ? ആംറസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ലൊരു ആംറസ്റ്റ് തന്നെയാണ് ഒരു വാഹനം. അതായത് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടോട് കൂടി തന്നെയാണ് ആംറസ്റ്റ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ചെറിയൊരു ട്രേ നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡർ നമുക്ക് ഒരു ഭാഗത്ത് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഈ ഒരു Audi Q5 കാര്യങ്ങളെല്ലാം നമുക്ക് സിമിലറായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ക്ലോസ് ചെയ്ത് വെക്കാം. അതിൻ്റെ അടിയിലാണ് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് സ്പേസിലെ നമുക്ക് സ്പേസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് സാധനങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈസി വേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വാഹനത്തിൻ്റെ ഈ റിയർ സൈഡ് പറയാനുള്ളത്. ചെറിയൊരു ഹുക്ക് നമുക്ക് ഒരു ഭാഗത്ത് കാണാം. സോ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന് എൻജിൻ സ്പെക്കും കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ. അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സ്പെക്കും കൂടി ജസ്റ്റ് ഒന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിന് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൈഡ്രോളിക് എഫക്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഒരു വാഹനം വന്നിട്ടുള്ളത്. BMC എയർ ഫിൽറ്ററാണ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് കയറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു വാഹനത്തിന് പറയാനുള്ളത് V8 എഞ്ചിനാണ് ഈ ഒരു വാഹനം. V8 പെട്രോൾ എഞ്ചിനാണ്. 4.2 പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഏകദേശം സ്റ്റോക്കിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ BHP പറയുകയാണെങ്കിൽ 44 or 45 BHP പവറിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കസ്റ്റം ചെയ്തിട്ട് ഏകദേശം 520 അറൗണ്ട് 520ൻ്റെ അടുത്തേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ BHP ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് പറയുകയാണെങ്കിൽ 430 Nm ടോർക്കിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ V8 എഞ്ചിനാണ്. 4.2 പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം മൈലേജ് എന്ന് പറയുന്നത് 6.2 പെട്രോൾ വാഹനമാണ്. 6.2 എയർ മൈലേജ് ആണ്. പക്ഷേ ഈ ഒരു വാഹനം കുറച്ചുകൂടി കുറയും. കാരണം എക്സോസും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് സാധാ ഡ്രൈവ് വാഹനമല്ല. ഡ്രൈവ് എന്തോസിയാസം ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റ്സ് എ സ്പെഷ്യൽ സ്പോർട്സ് കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഡ്രൈവ് എന്തോസിയാസം വളരെ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡപ്പ് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇൻ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ചെറിയൊരു വൈൻഡപ്പ്. സോ ഗുഡ് ബൈ.